എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിലെത്തുമ്പോ അധ്വാനിച്ച് തളർന്നിട്ട് എത്തുമ്പോ അള്ളാന്റെ അടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നോ ആഖിറത്തെ ഉദ്ദേശിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. അതിനു വേണ്ട അധ്വാനം തന്നെ അധ്വാനിക്കണം. ഈമാൻ അടിസ്ഥാനപരമായിട്ടുള്ള നിലക്ക് വഹുവ മുഅ്മിനുൻ, അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് ആ രൂപത്തിൽ വിശ്വസിച്ചാചരിച്ചുകൊണ്ട് അങ്ങനെ മരിക്കാൻ സാധിച്ചാൽ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ ഫൗലായിക കാന സഅയുഹും മശ്കൂറാ, അതിനവിടെ വലിയ പ്രതിഫലം കിട്ടുമെന്ന ആ ഉദ്ദേശത്തിൽ അള്ളാഹു നമ്മെ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 1000 വട്ടം ചിന്തിക്കണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ. എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിന് ഖുർആൻ പഠിക്കണേ, ഹദീസുകൾ പഠിക്കണേ. രാജ്യത്തൊട്ടാകെ ഇന്ന് ഖുർആൻ പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്, ഹദീസ് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മക്കളെ പറഞ്ഞേക്കണം, നമ്മളും പഠിക്കണം. വീടുകളിൽ അനാവശ്യം വേണ്ട കേട്ടോ, അനാവശ്യമായ കാഴ്ച വേണ്ട കേട്ടോ, അനാവശ്യമായ നിലയ്ക്ക് സമ്പാദ്യം വേണ്ട കേട്ടോ. ഇസ്ലാമികമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് ബറക്കത്ത് തരും. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ചു ജീവിച്ചോ. യഹ്ഫദുക എന്നാൽ അല്ലാഹ് നിന്നെയും കാക്കും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് തന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ സത്യം മനസ്സിലായാൽ അത് തുറന്നു പറയുന്നതിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഫിറഔൻ എത്ര വലിയ ധിക്കാരിയായിരുന്നു. ഫിറഔൻ എത്ര വലിയ ഭരണാധികാരിയും വലിയ ധിക്കാരിയും ഒക്കെ ആയിരുന്നു. ആ ഫിറഔനും മൂസാ അലൈഹിസ്സലാമും തമ്മിലുള്ള തർക്കത്തിനിടക്ക് സത്യം മൂസാ അലൈഹിസ്സലാമിന്റെ ഭാഗത്താണെന്ന് മനസ്സിലായപ്പോ ഫിറഔൻ കാശ് കൊടുത്ത് വരുത്തിയിട്ടുള്ള ആളുകളായിട്ട് പോലും ഫിറഔനിനെ കാത്തു നിൽക്കാതെ ഞങ്ങൾക്ക് സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരാളുടെ തിട്ടൂരം ആവശ്യമില്ല. ഞങ്ങൾക്ക് സത്യം അങ്ങ് ബോധ്യപ്പെട്ടാൽ പിന്നെ, തെളിവുകൾ അങ്ങ് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരു ഹോജയുടെ മനസ്സമ്മതം മാറാൻ ഞങ്ങൾക്ക് വേണ്ട. അതാ സദസ്സിൽ വെച്ച് ഇന്നാ ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. ഫിറഔൻ ചോദിച്ചില്ലേ, ആമൻതും ഖബല അൻ ആദന ലക്കും, എന്റെ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങളങ്ങ് മൂസയിൽ വിശ്വസിച്ചു പോകുന്നുവോ? നിങ്ങളെ ഞാൻ കൊല്ലും, കൈകാലുകൾ വെട്ടിനുറുക്കും, കുരിശിൽ തറക്കും കേട്ടോ. അങ്ങനെയുള്ള ഭീഷണിക്ക് വഴങ്ങുന്നവരാണെങ്കിൽ അവരും അങ്ങനെ പിന്മാറാൻ സാധ്യതയുണ്ട്. അത് വിചാരിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈമാനിന്റെ നിറകുടമായ ആ മഹത്തുക്കൾ, അവർക്ക് ദുനിയാവിലെ ഖാദിയെ പേടിയില്ല, ദുനിയാവിലെ ഭരണാധികാരിയെ പേടിയില്ല. അവര് പേടിക്കുന്നത് റബ്ബിനെയാണ്. അതുകൊണ്ട് ഫറോവയോട് അവര് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോ സത്യം ബോധ്യപ്പെട്ടു, ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളിതാ മാറുന്നു, ഞങ്ങളിതാ വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്കെതിരെ എന്ത് തീരുമാനങ്ങൾ നീ എടുത്താലും, നീ എന്ത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾക്കത് ബാധകമല്ല കേട്ടോ. ഫഖ്ദി, നീ വിധിച്ചോ. നീ ഇവിടെ ദുനിയാവിലെ ഖാദി മാത്രമല്ലേ, നീ ദുനിയാവിലെ ജഡ്ജി മാത്രമല്ലേ. ഞങ്ങൾ നിന്നെ നോക്കിയിട്ടല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖബറാണ് വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പരലോകമാണ് വലുത് എന്നും പറഞ്ഞിട്ട് ധിക്കാരിയായ ഫിറഔന്റെ മുമ്പിൽ വെച്ച് ഈമാനിലേക്ക് കടന്നു വന്ന ആ മഹത്തുക്കളുടെ പാരമ്പര്യം ഈ ഉള്ളവന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ,
പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, സർവ്വ സഹോദരങ്ങളോടും പറയട്ടെ. ആദർശത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്, പ്രമാണങ്ങളാണ് ഉദ്ധരിച്ചത്, സത്യം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങളത് ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് സത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ സ്വീകരിച്ചോളൂ, അതുപോലെ ജീവിച്ചോളൂ. അതല്ല, ബോധ്യമായിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കാവുന്നതാണ്. അതെല്ലാവരോടും പറയാനുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിന്റെ വിഷയത്തിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല, നിർബന്ധിക്കുന്ന കേസില്ല. സത്യം ഇങ്ങനെ തുറന്നു പറയും, സമാധാനപരമായ അന്തരീക്ഷത്തിൽ അത് പറയും, സമാധാനപരമായി ജനങ്ങൾ അത് കേൾക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞ് അവരെ മാറ്റുരക്കട്ടെ. നിങ്ങൾ എപ്പോഴും പറയുന്നു ജനങ്ങളോട്, മൗലവിമാരുടെ CD കേട്ട് പോകരുതേ, കേട്ടാൽ ആകർഷിക്കപ്പെടും. കാരണം ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട്. ആയത്ത് കേൾക്കുമ്പോ മാറുന്നവര്, ഹദീസ് കേൾക്കുമ്പോ മാറുന്നവര്. നിങ്ങളുടെ പല തോന്നിവാസങ്ങളും അവർക്ക് പിടികെട്ടുമെന്ന് തോന്നുമ്പോ നിങ്ങൾ പറയും കേട്ടുപോകരുത്, CD വലിച്ചെറിയണേ ഉമ്മമാരെ എന്ന് നിങ്ങളവിടെ വിളിച്ച് കരഞ്ഞിട്ടെന്താ കാര്യം? ജനങ്ങളത് ചെവിക്കൊള്ളുമോ? ജനങ്ങളത് ഉൾക്കൊള്ളുമോ? കാരണം അവർക്ക് സത്യമാണ് വലുത്. ഇതിനൊരു പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു പാരമ്പര്യം പറഞ്ഞു തരാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒക്കെ ഖുർആൻ ഓതിയിട്ട് ജനങ്ങൾക്ക് ആദർശം പറഞ്ഞു കൊടുക്കുമ്പോ അബൂജഹലിന് സഹിച്ചിട്ടില്ല കേട്ടോ. അത് കേട്ടുപോകരുത് ഉമ്മമാരെ. അതാ നേതാക്കന്മാര് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. അവിശ്വസിച്ചവർ അവരുടെ ജനങ്ങളോട് പറഞ്ഞു, കേട്ടുപോകരുത്, നിങ്ങൾ കേട്ടുപോകരുത്, അടുത്തു പോകരുത്. കാരണം അവർക്കൊക്കെ അറിയാം വശ്യമാണ് ഖുർആൻ, സുന്ദരമാണ് ഖുർആൻ. ആശയങ്ങൾ പെട്ടെന്ന് മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ആ ആശയങ്ങളുടെ ശൈലിയാണ് ഖുർആനിനുള്ളത്. അത് റബ്ബിന്റെ കലാമാണ്. ഏത് കരിരുമ്പ പോലത്തെ കൽബിനെയും പിടിച്ചു കുലുക്കിയിട്ട് അതാതിനെ മയപ്പെടുത്താനുള്ള കഴിവ് ഖുർആനിലുണ്ട് എന്നവർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് അവരെ തടയിട്ടോ കേൾക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ മതിൽ കെട്ടുകൾ ഭേദിച്ച് ആയിരങ്ങൾ ഖുർആൻ കേട്ടു, സത്യത്തിന്റെ പാതയിലേക്ക് കടന്നു വന്നു. ഇനിയും ആ രൂപത്തിലുള്ള ആ സത്യത്തിന്റെ പാതയിലേക്കുള്ള ഒഴുക്ക് തടയിടാൻ കേൾക്കരുതേ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ. റാൻ റാൻ എന്ന് പറഞ്ഞ് മൂളുന്ന കാലഘട്ടം പോയി കേട്ടോ. സത്യത്തിലേക്ക് ജനങ്ങൾ വരും. അതവരുടെ പരലോകത്തിന് വേണ്ടിയാണ്, പരലോക രക്ഷയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടണം. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ വിജയിച്ചു പോയി, അവൻ വിജയിച്ചു പോയി. അതുകൊണ്ട് ആ വിജയമാണ് നമുക്ക് വേണ്ടത്, ആ സൗഭാഗ്യമാണ് വേണ്ടത്. ഉമ്മമാരോട് പറയട്ടെ, മക്കൾ പിഴച്ചു പോകുന്ന കാലമാണ്. 1000 ശ്രദ്ധ മക്കളുടെ മേൽ വേണം കേട്ടോ. കുടുംബത്തിന്റെ നായികമാരെ, കുടുംബത്തിന്റെ ഭരണാധികാരികളെ, ഉപ്പമാരെ, അതാ ഒരുപാട് വിമർശനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടാൻ കാരണമായ ചാടിപ്പോക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഇറങ്ങിപ്പോക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ജിഹാദിന്റെ പേരുപയോഗപ്പെടുത്തിയിട്ട് അതിന് ദുർവ്യാഖ്യാനം നടത്താൻ ചാൻസ് ഒരുക്കപ്പെടുന്നുണ്ട് കേട്ടോ. മക്കളെ സൂക്ഷിക്കണേ. അല്ല തന്ന കണ്ണുകൊണ്ട്, അല്ല തന്ന കാതുകൊണ്ട്, അല്ല തന്ന നാവ് കൊണ്ട്, അല്ല തന്ന ശരീരം കൊണ്ട് അല്ലാഹ്ക്ക് പൊരുത്തമില്ലാത്തത് വീടുകളിൽ വേണ്ട ഉമ്മമാരെ, വീടുകളിൽ വേണ്ട ഉപ്പമാരെ. ജീവിതം ശുദ്ധമാക്കിക്കോ. പരലോക രക്ഷപ്പെടണ്ടേ, ഈമാനോടെ മരിക്കണ്ടേ. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ ആത്മാവ് കൊണ്ടുപോകണ്ടേ. നാളെ പരലോകത്ത് സജ്ജനങ്ങളുടെ കൂടെ പോയി സ്വർഗത്തിലെത്തണ്ടേ. അതിന് ആഗ്രഹം മാത്രം മതിയോ? പ്രാർത്ഥന
പ്രാർത്ഥന മാത്രം മതിയോ? പോരല്ലോ. പ്രാർത്ഥനയോടൊപ്പം ആഗ്രഹത്തോടൊപ്പം അതിന് സമാനമായ നിലക്ക് പ്രമാണബദ്ധമായ നിലക്ക് കെട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, കേവല പൊട്ടയായ പാരമ്പര്യത്തിന്റെ പേരിലല്ല, പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിച്ചോ. അങ്ങനെ സ്വർഗം നേടിക്കോ. അർഹമുർറാഹിമീനായ റബ്ബ് സാധുവായ എനിക്കും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം നൽകുമാറാകട്ടെ.